സ്നേഹപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഹെഡ്സെറ്റ് ഉപയോഗം പൊതുവെ അത്ര നല്ലതല്ലെങ്കിലും ഹെഡ്സെറ്റ് ഉപയോഗം ഈ വീഡിയോയ്ക്ക് വളരെ നല്ലതാണ്. മനസ്സിലായില്ല? ബാക്കി എല്ലാവരും കൈ അടിച്ചു. പുള്ളി ഞാൻ ഈ പറയണ ശരിയാണെന്ന് നിർത്തില്ല. പെൺപിള്ളേരെല്ലാം ഇങ്ങനെ അല്ലേ? എനിക്കിങ്ങനെ വിനുവിനെ കാണുമ്പോൾ ഇവിടെ ഒരു CCTV ഇരിക്കണമല്ലോ തോന്നി. വിനു ഇങ്ങനെ മറ്റേ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ. പുള്ളി ബോളിന്റെ പുറകെ, പുള്ളി സ്റ്റെതസ്കോപ്പ് എടുത്ത്. ഇനി ഇങ്ങനൊന്നും വേണ്ടട്ടോ സ്തുതി. ഒരു ദിവസം രാത്രി ഇപ്പൊ ഒരു ചെറിയ തണുപ്പൊക്കെ, അഭിനയം, ഡാൻസ് എല്ലാം. വെൽക്കം ടു ദ ഷോ മഹാദേവൻ ലൈവ്. നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സൈലൻസ്. പരിപാടിയുടെ സമയം എത്രയാണ് പറയൂ? 7:30. ഇപ്പൊ സമയം എത്രയായി? 8:30 ആയി. വന്നാൽ ഷോ കഴിഞ്ഞ് പൊക്കോളൂ. ഒരു നാണമില്ലാതെ 8:30 ആയി വന്നു. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഇത്ര നേരം? ബ്ലോക്കിൽ പെട്ടാണ്. നിങ്ങൾ എത്ര ദൂരത്തു നിന്നാണ് വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന്. തമിഴ്നാട്ടിൽ നിന്ന് ബ്ലോക്കായിരുന്നു. നിങ്ങൾ എന്നാ ഇറങ്ങിയതാ? ഉച്ചക്ക് ഇറങ്ങിയതാണ് ഈ ഷോയ്ക്ക് വേണ്ടിയാ? ശരിക്കും തമിഴ്നാട്ടിൽ വ്ളോഗറാണോ? ആ ഫോൺ ആ സമയം നോക്കാൻ എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. 8:30 എന്ന് പറഞ്ഞ് വന്നിട്ട് ഇരുന്ന് 360 വീഡിയോ എടുക്കുക. നിങ്ങളെല്ലാവരുടെ പേരെന്ന് പറയൂ? വാണി, ഫിലോജ്. അതെന്താണ് പേരിനർത്ഥം? ലവ് എന്നോ? ഫിലോജ് ഏത് ഭാഷയാ? ഫില്ലെന്ന് പറഞ്ഞാൽ ലവ് എന്നാണോ? ഫിൽ. സിബ്ലിങ്സ് ആരെങ്കിലും? ആരാണ്? മനോജെന്നോ? അനിയത്തിയാണ്. അനിയത്തി അനിയനും ഉണ്ട്. അനിയത്തിയുടെ പേരെന്താ? ഫിൽ റോസ്. അനിയന്റെ പേരെന്താ? ഒരു സെക്കൻഡ്, ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റുള്ള ഫിലോമിനയോ? പറഞ്ഞോ? ഫിലോപ്പിയോ? അത് മീനല്ലേ? അറിയോ പ്ലീസ്? കുഴപ്പമുണ്ടോ? പ്രശ്നമൊന്നുമില്ല ആണല്ലേ? ഏകദേശം അല്ല, ഒരു സെക്കൻഡ്, ഏകദേശം അടുത്തെത്തുമ്പോ ബ്രോ പറയണം. ഓക്കെ, പറഞ്ഞു. അടുത്തെത്തുമ്പോ പറഞ്ഞാൽ മതി. പറഞ്ഞു. ഫിലിപ്പ് കുറച്ച് സിമ്പിൾ ആയിപ്പോയി. അത് ഫിലോജും. നിങ്ങളൊക്കെ എന്തിനാ ആലോചിക്കണേ? നിങ്ങൾക്ക് അറിയാവുന്ന പുള്ളിക്കാരി ഇരുന്ന് ആലോചിക്കുക. അറിയത്തില്ല. നിങ്ങൾ ഇത്രയും ബ്ലോക്കിൽ കിടന്നിട്ട് പുള്ളിയെ പരിചയപ്പെടുത്തി. ആലോചിക്കൂ പ്ലീസ്. ഒരു പ്രൈസ് കൊടുക്കാൻ പറ്റുമോ? ആർക്കും കിട്ടൂല. ബ്രോയ്ക്ക് അറിയാം പേര്. ടഫ് ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ. ആർക്കും കിട്ടൂല. പ്ലീസ്. ഫില്ല് കൂട്ടിയാണോ തുടങ്ങണത്? ക്ലൂ വേണോ? എന്തെങ്കിലും ക്ലൂ വേണോ? ഫിൽദോസോ? വെറുതെ ഫില്ലിൻ്റെ അടുത്ത് എന്തെങ്കിലും ചേർത്ത് എന്ത് എന്തെങ്കിലും ക്ലൂ? ഫില്ലുണ്ടോ പേരിനകത്ത്? നമ്മൾ ഇത്രയും പേര് തോറ്റില്ലേ? നിങ്ങൾ സമ്മതിക്കൂല. അല്ല, അതാ ഫില്ലുണ്ടോ? ഡിമാൻഡൊക്കെ പറയാൻ പറ്റൂല എന്നൊക്കെ. എന്ത് fill in the blanks?
പ്ലീസ് ഇവിടെ വരൂ. ഇവിടെ എനിക്കത് കിട്ടിയില്ല. എനിക്ക് കുറ്റബോധം അടിക്കണം. പറയൂ പ്ലീസ്. കുഴപ്പമില്ല. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ അച്ഛന് ആ പേരിടുന്ന ക്രൈസൊക്കെ തീർന്നു അല്ലേ? ഫിലോജ്, അടുത്താരായിരുന്നു? ഫിൽറോസ്, ജോസഫ്. ജോസഫ് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അതല്ല, എന്നാലും ശരിക്കും പുള്ളിക്കാരൻ്റെ പേരെന്തായിരിക്കും അങ്ങനെ സിമ്പിളായിട്ട് ജോസഫ്? പറഞ്ഞു പറയൂ പ്ലീസ്. ഞാൻ എങ്ങനെ 1 മണിക്കൂർ തീർക്കും? വലിയൊരു കഥ കിട്ടി, ഭാഗ്യം. ജോസഫിന്റെ കഥ പറയും പ്ലീസ്. അത് നമുക്ക് ഈ 1 മണിക്കൂർ നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് തീരുവില്ലേ? ഒന്ന് ചുരുക്കി പറയാമോ? ബ്രോയ്ക്ക് 5 മിനിറ്റ് സമയം വല്ലതും വേണം. ബ്രോയ്ക്ക് അറിയാലോ എൻ്റെ വേർഷൻ. പറയാൻ പറ്റൂല. ഇത് ഭയങ്കരമായിട്ടല്ലേ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുക. ഒരു പ്ലോട്ട് പറ, അല്ലെങ്കിൽ തലയ്ക്കകത്ത് ഇത് കിടക്കും. അതുകൊണ്ടാണ് ബ്രോ ബിൽഡപ്പ് ഇട്ടാണ് 15 മിനിറ്റ് കളയാണ്. മനസ്സിലായി? പറ. One eternity later. ഓക്കെ, ശരി. ഫിലോജ്, ഇതുപോലെ വേറെ വെറൈറ്റി പേര്, സ്വന്തമായിട്ട് എൻ്റെ പേര് വെറൈറ്റി ആണെന്ന് അവകാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാ? പറയൂ. എന്താണ് പേര്? ഫുൾ എന്താ? എന്നാലും അവിടുന്ന് എന്തോരം മാറ്റും. ബ്രോയുടെ സിബ്ലിങ്ങിന്റെ പേര് ഗസ് ചെയ്യും. ബ്രോയുടെ ഫുൾ നെയിം എന്താ? അനിൽ ജോസഫ്. ഓക്കെ. ബ്രോ ഈ പറഞ്ഞല്ലേ വലുതായപ്പം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ പേരാണെന്നുള്ളത്? അതാദ്യമൊക്കെ എങ്ങനാ? ഇവിടെ താഴെ ലൂബിന്റെ പരസ്യം പോവും. വേറെ എന്റെ ദുഷ്ട മനസ്സിലാകണ്ട. ഞാൻ മാത്രം ഇവിടെ ഇവിടെ 35 പേര് ഇവിടെ ആരും ഇവിടെ ഭയങ്കര നിശബ്ദതയായിരുന്നു അല്ലേ? എന്റെ ദുഷിച്ച മനസ്സ്. എന്താണ് സന്മനസ്സുള്ള കുട്ടിയുടെ പേര്? ഐശ്വര്യ. ഞാൻ ഇതുപോലെ വെറൈറ്റി പേര് ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഐശ്വര്യ. അത് അതിന്റെ അർത്ഥം കാറ്റാണെങ്കിൽ എന്താ അതിനകത്ത് വെറൈറ്റി? തമിഴാണോ? തമിഴാണോ? ആണോ? തമിഴ്നാടുകാരുണ്ട് ഇവിടെ. വെറുതെ കളിക്കരുത്. നിങ്ങൾ എത്ര പേരാണ് ഒരുമിച്ച് വന്നേക്കുന്നത്? നിങ്ങൾ 3 പേരാണ്. എന്തൊരു പേരെങ്ങനെ? അന്ന. ഐശ്വര്യ അല്ലേ? അനൽ. ഓക്കെ. വേറെ ആരാള്? നിങ്ങൾ വഴക്കുണ്ടാക്കില്ലേ പ്ലീസ്? എന്ത് പറ്റി? വീഡിയോ എടുക്കണോ? വീട്ടിൽ പറയാതാണോ വന്നത്? ഓ, അതെന്ത് പറ്റി? സ്റ്റാൻഡപ്പ് കോമഡിക്ക് പോയി ദുഷിച്ച മനസ്സ്. സ്റ്റാൻഡപ്പ് കോമഡി ദുഷിച്ച മനസ്സ്. ബ്രോ എന്ത് പറ്റി ബ്രോ? ബ്രോ ട്രിപ്പായിരിക്കണം. ഇങ്ങനെയൊക്കെ ഇരിക്കണം. സൈക്കിളിക് സാധനങ്ങളൊക്കെ തലയിലടിക്കണം. എന്ത് പറ്റി? ഞാനാണോ ബ്രോ? ഇപ്പോഴും അതിനകത്താ? എന്ത് പറ്റി? അവിടെ എന്ത് പറ്റി ബ്രോ? ഇതിനകത്ത് വേവിനകത്ത് കയറിപ്പോയ ബ്രോ മനസ്സുകൊണ്ട് മറ്റേ ഇത് മുട്ടാതെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റി? ഇത് വായിച്ചു നോക്കിയ എന്താണ് വായിച്ചു നോക്കി? കോമേഴ്സ് എന്നല്ലേ? അത് ഇത്ര നേരം എടുത്തെന്താ വായിക്കാൻ? ബ്രോ തിരിച്ചു വായിച്ച? ഇല്ല. ഓക്കെ ആണോ ബ്രോ? വേറെന്താ?
അത് മറന്നു പോയി പെട്ടെന്ന്. വിനു. ഓക്കെ, ബ്രോയുടെ വൈഫാണ്. ഓക്കെ, വൈഫിൻ്റെ പേര് സ്നേഹ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇൻഫോ പാർക്കിൽ എന്ത് കമ്പനി? ഗാലഗർ. പക്ഷെ പുള്ളി ഗാലഗറിനെ സമ്മതിച്ചു. പുള്ളിക്കാരി ഇങ്ങനെ എന്തായാലും അറിഞ്ഞോളൂ. അവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര കാലം? 10 months. പുള്ളിക്ക് എല്ലാം ആലോചിക്കണേ കണ്ടത്. ബ്രോ കല്യാണം കഴിക്കുന്നതിന് എത്ര ആലോചിച്ചു? കുറച്ചധികം ആലോചിച്ച. അത് ബ്രോയ്ക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഒരുമിച്ചാണോ ആലോചിച്ചത്? നിങ്ങൾ 3 പേരോട് ഒരുമിച്ച? ഓ, ദുഷിച്ച മനസ്സ്. ഓ, ഒരാൾ കല്യാണം കഴിക്കുന്നതിന് നിങ്ങൾ എന്തിനാ ആലോചിക്കണം? അല്ലേ ഐശ്വര്യ? അപ്പൊ പുള്ളി വന്ന് കല്യാണത്തിന്റെ കാര്യങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് ചർച്ച ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾ സ്നേഹമതി, നമ്മുടെ കൂട്ടുകാരന് വിനുവിന് സ്നേഹമതി എന്നെങ്ങനെ തീരുമാനിച്ചത്? ഒരു ആംബുലൻസ് പറഞ്ഞിട്ടോ വിനുവിന്റെ പ്രഷർ കൂടുന്നുണ്ട്. പറയൂ. നിങ്ങൾ എന്നാലും ഒരാളെ കല്യാണം കഴിപ്പിച്ചതല്ലേ, നിങ്ങൾ ഇടപെട്ടതല്ലേ, എന്നിട്ട് നിങ്ങളിപ്പോ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാറുന്നത് എങ്ങനെയാണ്? ഒഴിവാകുന്നത് നിങ്ങൾ കേട്ടോ? കോൾ റെക്കോർഡിങ് കേട്ടോ? അവര് സംസാരിച്ചത് കേട്ടിട്ട് വൈബാണെന്ന് തോന്നി അല്ലേ? എന്താണ് കേട്ടത്? ഒരു മനസ്സിൽ തങ്ങി ഇത് കേട്ടപ്പോ ഇത് കെട്ടാനുള്ളതുണ്ട്. അങ്ങനെ എന്ത് കേട്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത്? വലിയൊരു ധാരണമാണ്. വിനു ചോദിച്ചിട്ടൊന്നുമില്ല, സ്വന്തം തീരുമാനത്തില്ല. ശരി, അത് കഴിഞ്ഞ് വീട്ടിൽ പോകണമല്ലോ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. നമ്മളിതുപോലെ അഭിപ്രായം പറയാറുണ്ട്. നിങ്ങൾ നോക്കണുണ്ടോ? അന്വേഷിക്കുന്നില്ല. അതെന്ത് പറ്റി? തൽക്കാലം വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും. ആ, എന്ത് പറ്റി? ഭയങ്കര ചൂടെടുക്കാണല്ലോ. AC 16 പക്ഷെ തണുപ്പ് വരില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? തിരിഞ്ഞ് നോക്കാൻ 16 നോക്ക്. അപ്പോൾ ഒരു ചെറിയ തണുപ്പ് കിട്ടണ പോലെ തോന്നുന്നു. ഇത്രയും പേരൊന്നും ഷോയ്ക്ക് വരാറില്ല, അതുകൊണ്ട് ഞാൻ വേണം ഊത. അല്ലേ, നമ്മുടെ അടുത്ത അവസ്ഥയൊക്കെ അല്ലേ? ഞാൻ ഇവിടെ എന്നിട്ട് പറയും. ജോസഫ് അവിടെ നിൽക്കുകയാണല്ലേ. ആ കഥ ഇനി വേണ്ട ഇവിടെ. ബ്രോ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കും. ബ്രോയ്ക്ക് ഇപ്പൊ വന്ന് വിനുവിന്റെ മുഖമാണ്. ഓക്കെ, പോട്ടെ. ബ്രോയുടെ പേരെന്താണ്? മിഥുൻ. ഓക്കെ, മിഥുനെ ഞാൻ പുറത്ത് വെച്ച് പരിചയപ്പെട്ടായിരുന്നു. മിഥുൻ എന്താണ് ചെയ്യുന്നത്? സൗണ്ടിന്റെ ഇവന്റ്സിന് സൗണ്ട് ചെയ്യാൻ. ഓക്കെ, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ മറ്റേ ഡബ്സിയുടെ പ്രശ്നം ഉണ്ടാക്കി സൗണ്ടിന് ആൾക്കാർ ആൾക്കാരാണ്. എന്ത്? അത് തമാശ. അത് തമാശയായിട്ട് ചോദിച്ചല്ല, അങ്ങനെയാണോന്ന് ചോദിച്ചതാ. ആ ടീമിൽ എന്തായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് ചോദിച്ചത്? ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, ബ്രോയുടെ ആഗ്രഹം സ്റ്റാൻഡപ്പ് കൊമിക്കാണെന്നാണ്. അത് മുമ്പത്തെ തമാശയായിട്ടപ്പോൾ മനസ്സിലായില്ലേ? എത്ര കാലമായിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? കുഴപ്പമില്ല, തിരിച്ചടിച്ചോ. ഇത് അങ്ങനത്തെ ഷോയാ. എനിക്ക് മാത്രം തമാശ പറയണമെന്നൊന്നും എനിക്കിവിടെ ഒരു പ്രശ്നമില്ല. ഞാനും ഐശ്വര്യയും തമ്മിൽ ഓൾറെഡി ഒരു കോമ്പറ്റീഷൻ പോകണം. നിങ്ങൾ ഒരു ഗ്രൂപ്പിലിടാം. ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അങ്ങനത്തെ ആഗ്രഹം? കോമഡിയെ പറ്റി പഠിക്കാൻ തുടങ്ങി. എങ്ങനെ പഠിക്കാൻ തുടങ്ങി? അതേത് ചാനൽ? എനിക്ക് ഐശ്വര്യക്ക് നോക്കാനുണ്ട്. കരിഷ്മ ഓൺ കമാൻഡ്. ആർക്കെല്ലാം അറിയാം? കാരണം നിങ്ങൾക്കാർക്കും കോമഡി താല്പര്യമില്ല. നിങ്ങളൊരു കോമഡി പരിപാടിക്ക് വന്നിട്ട് എങ്ങനെ ഇരിക്കണം? അതുകൊണ്ട്
കരിഷ്മ ഓൺ ഡിമാൻഡ്. അതിന്റെ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ട്? എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ബ്രോ ഇത് എവിടെയെങ്കിലും പോയി അപ്ലൈ ചെയ്യാറുണ്ടോ? എന്നിട്ട് ഫ്രണ്ട്സ് എവിടെ? അവരാരും ഈ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ല. അവരാരും ഇപ്പൊ എന്നോട് മിണ്ടാറില്ല. എന്റെ ആ പരിപാടി ഒത്തില്ല. വീട്ടിലിരുന്ന് എല്ലാം തന്നെയാണ് ആക്ടിങ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ചെയ്ത ഒരു എക്സസൈസ് നമുക്ക് വേണ്ടി പറയാൻ പറ്റുമോ? വീഡിയോക്കാട്ടിൽ നന്നായിട്ട്. എന്നിട്ട് ഇത് ആരെങ്കിലും ജഡ്ജ് ചെയ്യാറുണ്ട്? അങ്ങനെ അഭിനയിച്ച് കാണിക്കാറുണ്ട്. ആരാണ് അങ്ങനെ വീട്ടുകാരെ കാണിക്കും? ഗസ്റ്റ് വന്നപ്പോഴൊക്കെയാ എൻ്റെ ഒരു പുതിയ സാധനമുണ്ട്. ചായ കൊണ്ട് കൊടുത്തവരുടെ മേത്തൊക്കെ കമന്നിട്ട് ഇപ്പൊ ദേഷ്യം വന്നില്ല. ഇത് എക്സാജറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് ഗസ്റ്റിന്റെ അടുക്ക് അഭിനയിച്ച് കാണിക്കുമ്പോ കസിൻസ് അവരെ ചെയ്ത് കാണിക്കും. അപ്പൊ അവര് ആരായിട്ട് ആക്ട് ചെയ്യും? ഗേളായിട്ട് ആക്ട് ചെയ്യും. ചായ കൊണ്ട് ഓ വിനു പറഞ്ഞ കല്യാണം കഴിച്ചാല് ഓഡിയോ കേൾക്കുമ്പോഴത്തേക്ക് എടാ ഇത് കൊള്ളാം കേട്ടോ. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ആക്ടിങ് കരിയർ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നോക്കണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അന്ന പക്ഷെ ഐശ്വര്യ പറയണോ അന്നാണ്? ഐശ്വര്യ കാറ്റടിക്കുന്നുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റും. ഐശ്വര്യ ദുഷിച്ച മനസ്സ്. ഐശ്വര്യ തട്ടിട്ട് നമ്മൾ വിചാരിക്കും ഐശ്വര്യ അവരെ കാണും. ഐശ്വര്യ ഇതിനെല്ലാം തട്ടിട്ട് അല്ലേ അല്ലേ? ഐശ്വര്യ അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കണില്ല. പിന്നെന്താ പറഞ്ഞ അന്നെ അങ്ങനെ പറയാൻ കാര്യം? നന്നായിട്ട് അഭിനയിക്കും തോന്നുന്നതാണ്. ഫ്രണ്ട്ഷിപ്പാണ് അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നത്. അന്നക്ക് എപ്പോഴാണ് ഐശ്വര്യ ഇവള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്ന് തോന്നിയത് എപ്പോഴാ? ഐശ്വര്യ ചെയ്യാറുണ്ട്. ആ പ്രൊഫൈലിന്റെ പേര് പറയരുത് പ്ലീസ്. ഓ പോസ്റ്റ് ചെയ്യാറില്ല. പോസ്റ്റ് ചെയ്യാറില്ല. ഗസ്റ്റാണ് നിങ്ങൾ. ഓക്കെ. എന്താണ് അങ്ങനെ റീസെന്റ് കാണിച്ചിട്ടുള്ള വീഡിയോ? ചൂടുണ്ടല്ലോ, എനിക്കും ഉണ്ട്. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതേ പ്ലീസ്. പറയൂ. ഡാൻസ് കളിക്കും, അഭിനയം, ഡാൻസ് എല്ലാം ഉണ്ട്. ശരിയാണ്. ആക്ച്വലി അന്ന നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അല്ലേ? അല്ല, അങ്ങനെ ഐശ്വര്യ അന്നയാണ് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിക്കുന്നത്. എന്താണ് അന്നയെ മാത്രം ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? അന്ന അകത്താണെന്നാണ് ഐശ്വര്യയുടെ വിശ്വാസം. ക്ലോസ് ആണെന്ന് അന്യത് സമ്മതിക്കുന്നുണ്ടോ? എക്സാജറേഷൻ. മനസ്സിലായില്ല? ബാക്കി എല്ലാവരും കൈ അടിച്ചു. പുള്ളി ബ്രോയ്ക്കത് മനസ്സിലായില്ല? ഇല്ല, ആ സീനൊന്ന് എക്സാജറേറ്റ് ചെയ്താണ്. ഇതാണോ? ഓക്കെ. എല്ലാവരും ആവി എടുത്തിട്ട് ഇത് കാണിക്കാല്ലേ? എക്സാജറേഷൻ. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കളയാറുണ്ട്. ഇനി വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റും.
ഇതുവരെ സംസാരിക്കാത്ത ആരെല്ലാം ഉണ്ടോ? പറയൂ. ശ്രുതി. ഓക്കെ. ശ്രുതി. ഫ്രണ്ട്സ്. ശ്രുതിയാണോ ടിക്കറ്റിന് കാശ് എടുത്തത്? പേരും ശ്രുതി. ഫ്രണ്ട്സ്. കാശ് കൊടുത്ത ഞാനാണുള്ളത് അല്ലേ? ഫ്രണ്ട്സിന്റെ പേര് കൂടെ പ്ലീസ്. എന്താണ് ശ്രുതി? നിങ്ങൾ എങ്ങനെ ഒരു റോയിലെത്തി? അനില മാരീഡ് ആണോ? അയ്യോ. ഹസ്ബൻഡിന്റെ പേരെന്താ? നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അനില അനൽ. ശ്രുതി, അനില, ലിയ. ലിയ എന്താണ് ചെയ്യുന്നത്? ഞാൻ സോഷ്യൽ ഇമ്പാക്ട് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. സോഷ്യൽ ഇമ്പാക്ട് കൺസൾട്ടന്റോ? സോഷ്യൽ ഇമ്പാക്ട് കൺസൾട്ടന്റ് അറിയാവോ? പിന്നെന്തിനാ എക്സാജറേറ്റ് ചെയ്യണം? ഞാൻ ബ്രോയ്ക്ക് റെസ്പെക്ട് അടിച്ച് മേളിൽ പോയി. അറിയാവോ? അഭിനയം പകരും, മനസ്സിലായി? സോഷ്യൽ ഇമ്പാക്ട് കൺസൾട്ടൻസ് എന്താണ് യൂഷ്വലി ചെയ്യാറുള്ളത്? റിസർച്ച്. റീസെന്റ് ചെയ്ത റിസർച്ച് എന്താണ്? ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്കൊരു പേപ്പർ വന്ന് ഞാൻ പുള്ളിക്കാരിക്ക് വീശി കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ചൂട് എടുക്കണം, പ്ലീസ് എക്സാജറേറ്റ് ചെയ്യല്ലേ. കുട്ടിക്കാണോ? പുറത്തു വേണോ? കുഴപ്പമില്ല, ടിക്കറ്റ് എടുത്തല്ലേ. ഹസ്ബൻഡ് പോണുള്ള? ഓ, ദുഷിച്ച മനസ്സ്. ഓക്കെ, സോഷ്യൽ ഇമ്പാക്റ്റിലോട്ട് തിരിച്ചു വരാം. റീസെന്റ് ചെയ്ത റിസർച്ച് എന്തിലായിരുന്നു? എഡ്യൂക്കേഷൻ സെക്ടറിൽ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്രോജക്റ്റ്. ഒരു സെക്കൻഡ്, അത് ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും AC-യുടെ സൗണ്ട് ശ്രദ്ധിക്കുക. എവിടെയോ വേറൊരെണ്ണം ഓണായിട്ടുണ്ട്. അത് 16 എത്തിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ഞെട്ടിച്ചോണ്ട് ഇവിടുന്ന് ഇങ്ങനെ തണുപ്പ് വരും. വരുന്നുണ്ടോ? വന്നാ പറയണം കേട്ടോ. ബ്രോവാണ് ആദ്യം അറിയാൻ പോണത്. നിങ്ങൾക്ക് കുഴപ്പമില്ല, അനലടുത്തുണ്ടല്ലോ, കാറ്റാണല്ലോ. പോട്ടെ, നിങ്ങളോട് മിണ്ടാനേ പറ്റിയില്ല. ഇതാണ്, പറയൂ. മനു. ഫോർമാറ്റ് മനസ്സിലായല്ലോ, ബാക്കി കാര്യങ്ങൾ പറയൂ. എന്തെങ്കിലും തമാശ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ വേണം എടുക്കുന്നൊക്കെ. ഭീഷണിയാണോ? സിറ്റുവേഷൻ പോലെ. എന്താണ് മനു ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യുന്നു? എന്താണ്? ഓക്കെ, ഉദാഹരണത്തിന് മനു പോയി ബസ്സിൽ കയറിയ ബസ്സിൽ കണ്ടക്ടർ ആവുമോ? ഞങ്ങളോ? നിങ്ങൾ? ഓക്കെ. എന്ത് എഞ്ചിനീയർ? എന്ത് എഞ്ചിനീയർ? ബിം. BIM. ബിം ഒരു സോഫ്റ്റ്വെയർ അല്ലേ? ട്രേഡാണ്. ഓക്കെ. നിങ്ങളോ? പുള്ളി ചോട്ടാ ബിം. നിങ്ങളുടെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യണല്ലേ? എന്നിട്ട് എന്തൊക്കെ എക്സ്പ്രഷൻ ബിം കേട്ടിട്ട് എനിക്കില്ലല്ലോ ഇത്ര ഞെട്ടല്. ബ്രോ എന്തിനാ വർക്ക് ചെയ്യണേ? ഞാൻ ടോമാച്ചെറിയുന്നൊക്കെ. ബ്രോ ബിമ്മിലല്ല വർക്ക് ചെയ്യണം ആണോ? പിന്നെ ബിമ്മിനെ പറ്റിയുള്ള ഇന്റർവ്യൂ കേട്ടപ്പോൾ ബ്രോ ഞാൻ ഞെട്ടി. ഒരു 4 തുപ്പല് വന്നിട്ടുണ്ട് തണുപ്പിക്കാനെന്ന് വിചാരിച്ചു. പുള്ളിക്കാരന് ഓർത്ത് AC-യുടെ തണുപ്പ് വന്നാണ്. മാറിയ പേര് ബിബിൻ. അത് പറഞ്ഞ പിന്നെ തുപ്പല് വരും. അതാണ് ഓക്കെ. ബിബിൻ ബിമ്മിൽ തന്നെ. നിങ്ങൾ? ഗൂഗിൾ. വൈഫാണോ? ആവാൻ പോണത്.
രണ്ടുപേരോട് ഒരുമിച്ച് തീരുമാനിച്ചാണ്? ആണ്, സേഫാണ്. അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ? ആ, എത്ര വർഷമായിട്ട്? അതിങ്ങനെ ഒരാൾ 2 വർഷം, ഒരാൾ 1.5 വർഷമായിട്ട് ഈ ഡിസംബറിൽ ഉണ്ടാവും. ഈ ഡിസംബറിൽ നിങ്ങൾക്ക് എത്രയാവും? 2 ആവും, ഉറപ്പിച്ച്. ഓക്കെ. എന്താണ് ഈ ഒരു 1.5 വർഷത്തെ എങ്ങനെ കല്യാണത്തിലോട്ട് ഇത് എത്തിക്കാൻ നിങ്ങളൊരു തീരുമാനം എടുത്തത്? അത് അങ്ങ് തീരുമാനിച്ചു. ഞങ്ങൾ ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരേ കോളേജായിരുന്നു, പക്ഷേ കോളേജിൽ കണ്ടിട്ടേ ഇല്ല. അതെന്താ? കാണാൻ പറ്റിയില്ല. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. കോളേജ് കഴിഞ്ഞപ്പോ എങ്ങനെ കണ്ടപ്പോ? ഇവിടെ ഓഫീസിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടപ്പോഴാണ് ഒരു കോളേജാണല്ലോ പറഞ്ഞത്. 6 വർഷമാവുണ്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. 2 വർഷമായുള്ളൂ അതെ. എന്നിട്ട് ആരാണ് പ്രപ്പോസ് ചെയ്തത്? അതാ ഊർജ്ജം കാണുമ്പോ അറിയാം. കോളേജിലായിരുന്നു പക്ഷെ കണ്ടില്ല. അപ്പൊ കോളേജ് വെച്ച് വേറെ റിലേഷൻ ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു, 2 പേർക്കും ഇല്ലായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? അപ്പൊ ഓഫീസിൽ വന്നിട്ട് എത്ര കാലത്തിനാണ് പ്രപ്പോസ് ചെയ്തത്? ഏകദേശം ഷോയുടെ സമയം കഴിഞ്ഞ് പെട്ടെന്ന് പോകാൻ പുറത്തിറങ്ങാൻ കാറ്റുള്ള ഒരു പ്രശ്നമില്ല. പറയുമോ? ഇപ്പൊ തീരും, നിങ്ങളൂടെ കഴിഞ്ഞാൽ തീർന്നു. നിങ്ങളെന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചോ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തീർക്കുക? തണുപ്പ് പറഞ്ഞില്ലേ, എന്നിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ നമ്മളൊരു ഫാമിലി പോലല്ലേ ഇത്ര നേരം ഇവിടെ ഇരുന്ന്. എന്നിട്ട് പുള്ളി സ്വന്തം ഫാമിലിയെ പറഞ്ഞും വിട്ടിട്ട് പുള്ളിക്കാരി മോളെയും കൊണ്ട് പോയി. പുള്ളിയുടെ എന്ത് മനുഷ്യനാ? തണുപ്പ് വന്നിട്ട് എന്താ പറയാന്? തണുപ്പടിച്ചിട്ട് ചുമക്കണു പുള്ളി. ഇനി ഇവിടുന്ന് പൊട്ടിച്ചെടുക്കേണ്ടി വരുമോ? നിങ്ങളുടെ കഴിഞ്ഞായിരുന്നാ? നിങ്ങളൊന്ന് കല്യാണം കഴിക്കുമോ? പോവാനാ? അല്ല, ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ട് എപ്പോൾ റിലേഷൻഷിപ്പിലോട്ടായി? എന്നിട്ടൊരു അപ്പൊ നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായോ? അപ്പൊ നിങ്ങൾ കോളേജ് വെച്ച് കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഓഫീസിലായിട്ട് 2 വർഷം എടുത്തു പ്രപ്പോസ് ചെയ്യാൻ. ആദ്യം ഒരേ പ്രോജക്റ്റിലായിരുന്നു. ഞാൻ ഡെവലപ്പറും ഇവിടെ ടെസ്റ്ററുമായിരുന്നു. ഞാൻ ഇവിടെ പുള്ളിക്കാരി ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യും. ഇല്ല, സ്പാർക്കില്ല ആയിട്ടില്ല. അങ്ങനെയല്ല, ഇവിടെ ബഗ് റേസ് ചെയ്യും, ഞാനത് ഫിക്സ് ചെയ്യും. എത്രാമത്തെ ബഗ്ഗില് ബ്രോ ഇത് തിരിച്ച് റേസ് ചെയ്തു? എനിക്ക് റേസ് ചെയ്യാൻ പറ്റില്ല, ഇവളാണ് ബഗ് റേസ് ചെയ്യുന്നത്. അല്ലല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊജക്ട് മാറിയപ്പോ ബഗ് തീർന്നപ്പോ വരാണ്ടായി അല്ലേ? പഴയ പോലെ ബഗ് വരുന്നില്ല. ജീവിതത്തിൽ ബഗ് കിട്ടാത്ത വിഷമിച്ചൊരു മനുഷ്യനെയാണ്. കുറച്ചു നാളായപ്പോ ബഗ് വരാതായി. അപ്പം പിന്നെ ബ്രോ ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്തു? പിന്നെ ഞങ്ങൾ ഭയങ്കര ഞങ്ങൾ ഓൾറെഡി കമ്പനി ആയിരുന്നു ഫസ്റ്റ് 2 കൊല്ലം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറെ ഇങ്ങനെ അടുത്തറിഞ്ഞ് പിന്നെ നമ്മള് ഓക്കെ ആണെന്ന് തോന്നി. ഒരു ദിവസം രാത്രി ടെസ്റ്റ് അടിച്ച് ചെറിയൊരു സ്പാർക്ക് കാണുന്നുണ്ട്. ഒരു ദിവസം രാത്രി ഒരു ചെറിയ തണുപ്പൊക്കെ. ഞങ്ങൾക്ക് 2 ഫീല് കിട്ടും. പറഞ്ഞോളൂ. ഒരു ദിവസം രാത്രി കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയാൻ പറ്റും. നശിപ്പിച്ചു അല്ലേ? പുള്ളിയാണ് ഭാര്യ വരുന്നതിന് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിരുന്നതാ. ഓക്കെ. ഒരു ദിവസം ആരും ബ്രോ പ്രപ്പോസ് ചെയ്തു? ഞാൻ പ്രപ്പോസ് ചെയ്തു. എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് ക്രഷ് തോന്നുന്നു എന്ന് പറഞ്ഞു. അവള് കേട്ടത് എനിക്ക് എന്നോട് ക്രഷ് തോന്നുന്നു. പുള്ളിക്കാരി അവിടെ ഒരു ബഗ് ഉണ്ടല്ലോ, നിനക്ക് നിന്നോട് തന്നെ ക്രഷ്. അവള് പറഞ്ഞത് സെൽഫ് ലവ് നല്ലതാണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു കഴിഞ്ഞ 6 കൊല്ലമായിട്ട് അത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. അപ്പൊ ബ്രോ എന്ത് പറഞ്ഞു? നിന്നോടാണ് ക്രഷ് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരി എന്ത് പറഞ്ഞു? പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ അതെന്ത് സിംപിളി ഓക്കെ എന്ന് വെച്ചാൽ അല്ല, ഇവൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ചാറ്റ് ചെയ്തപ്പോ ടെൻഷൻ മനസ്സിലായി.
നേരിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. വാവ്, ഒരു കയ്യടി കൊടുക്കും. വിനു ബ്രോ, അതെന്ത് കയ്യടിയാ? നിങ്ങളോട് ആരും പറഞ്ഞു കൂട്ടുകാരോട് ചോദിച്ചിട്ട് കല്യാണം കഴിക്കുക? അയാൾ അന്തസ്സായിട്ട് പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിച്ചതിന് നിങ്ങളെന്തോന്ന് ഒപ്പന കളിക്കണം അവിടെ? ഇവിടുന്ന് റെഡി, ഇവിടെ റെഡി, ഇവിടെ റെഡി ഇരുന്ന്. പിന്നെ പുള്ളി മറ്റേതാ കയറാൻ പോയി. എന്ത് മനുഷ്യനാ? ഇതാണോ നിങ്ങൾക്ക് കണക്റ്റായ വൈബ്? പുള്ളിക്കാരന് വേറെ ഒന്നിലും ഇല്ലേ ഇതാവൂല. വേറൊരു കഥ കേട്ടാലും പുള്ളി ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? ഓക്കെ, ഞാനും പുള്ളിയൊക്കെ കാത്തിരിക്കുക ഇവിടുന്ന് എങ്ങോട്ട് പോകും എന്നറിയാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എത്ര കാലം സെൽഫ് ലവ് ചെയ്തു. പോട്ടെ, പറ. എന്നിട്ട് നേരിട്ടാണ് പ്രപ്പോസ് ചെയ്തത്? അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ആ, ഇതുപോലെ വിയർത്തോ? അങ്ങനെ അത് കുറെ ദിവസം പ്ലാൻ ചെയ്തോ? എല്ലാവർക്കും അല്ലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ? എങ്ങനെ ആ ഒരു ധൈര്യത്തിലോട്ട് എത്തി? അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു ഡെവലപ്പർ? അത് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ്. എനിക്കിങ്ങനെ അവൾക്ക് ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി. പിന്നത് കുറയൂ. വേവാ വിനുവിന് മനസ്സിലാവും. വിനുവിന് നേരത്തെ മനസ്സിലായി കേട്ടോ. അതാ നമുക്കറിയാവുന്ന തന്നെ. പറയൂ. ഈ വേവ് ക്യാമറ കിട്ടിയില്ല, ഇത് മൊത്തം പോയി കേട്ടോ. ഒരു സെക്കൻഡ് ഇല്ല, ആൾക്കാർക്ക് എൻ്റെ തലയ്ക്ക് ഓളാവണം. ആ, പറ ബ്രോ. അല്ല, ആ പുള്ളിക്കാർക്ക് ഇൻട്രസ്റ്റ് ഒന്നും ബ്രോയ്ക്ക് തോന്നി. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കുറയുന്നു. അല്ല ഞാന് എനിക്ക് ഓരോ ഫേസ് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാലോ തോന്നും. അതായത് 2 വർഷം കൊണ്ട് പ്ലാൻ ചെയ്താന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊക്കെ ഈ സമയത്ത് 2 കല്യാണം കഴിച്ചു. 2 വർഷം എടുത്ത് ആ ഫേസിലോട്ട് എത്താൻ. ഫുള്ളി കോൺഫിഡന്റ് ആവാൻ ബ്രോ ദൃഢനിശ്ചയം എടുത്ത് ഇത് മതി എന്നുള്ള മൂഡിലാണ് പ്രപ്പോസ് ചെയ്തത്. ഞാൻ ഒരു വിധത്തിൽ ഇത് കരക്കെത്തിച്ച് തരും. അപ്പൊ അങ്ങനെയല്ലാന്ന്. ഓക്കെ, അപ്പൊ എങ്ങനെയല്ല? അങ്ങനെയല്ല, അതായത് സമയത്ത് ഇങ്ങനെ ഒരു സമയത്ത് തോന്നും ഇങ്ങനെ പറഞ്ഞാലോ തോന്നും, പിന്നെ അത് വിട്ടുപോകും, പിന്നെ പറയാൻ മറന്നുപോകും. പിന്നെ നോക്കുമ്പോഴത്തേക്കും വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ചിന്തി ഇവളോട് പറഞ്ഞാലോ എന്നൊക്കെ അല്ലേ? പിന്നെ അത് വിട്ടുപോകും. ആ ദിവസം എന്തായിരുന്നു റീകളക്ട് ചെയ്യുകയാണെങ്കിൽ? ആ ദിവസം ഇങ്ങനെ ഇന്ന് പറഞ്ഞേക്കാം. ആ ദിവസം ഞാൻ ഇവിടെ മെസ്സേജ് ചാറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോ നൈറ്റ് റൈഡ് പോവല്ലെന്ന് വെച്ചു ഫ്രണ്ട്സ് ആയിട്ട് പോയി. അത് ആ മെസ്സേജ് അയക്കാൻ തന്നെ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. കുറെ അയച്ച് ടൈപ്പ് ചെയ്ത് കളഞ്ഞ് വീണ്ടും ടൈപ്പ് ചെയ്ത്. അത് പുള്ളിക്കാരി എന്തായിട്ടാണ് വായിച്ചത്? ടൈപ്പിംഗ് നല്ലേ കാണുന്നുള്ളൂ. ശരി, ഓക്കെ. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ബ്രോ വിശ്വസിക്കുന്ന പുള്ളിക്കാരി ചാറ്റ് ബോക്സിൽ തന്നെ ഇരിക്കുകയെന്നാ? പുള്ളിക്കാരി ഒടുക്കത്തെ കോൺഫിഡൻസ്. ഓക്കെ, എന്നിട്ട് പോയി. അവിടുന്നായിരുന്നു ക്വീൻസ് വാക്കിൽ നിന്ന് രാത്രി പ്രപ്പോസ് ചെയ്തു. എന്ത് പറഞ്ഞു? അവള് ഡേറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അതൊന്ന് ഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള രീതിക്ക്. അപ്പൊ ഞാനപ്പോഴേ അത് യെസ് ആയിട്ട് എടുത്തു. അടുത്തൊരു ഫേസ് കൂടെ. നമ്മുടെ ജീവിതത്തിൽ ഇത്ര ഫേസ് ആണല്ലോ. എന്നിട്ട് പുള്ളിക്കാരി അപ്പൊ തന്നെ പറഞ്ഞു, അന്ന് തന്നെ പറഞ്ഞു ഡേറ്റ് ചെയ്ത് നോക്കാം. അല്ല, പിറ്റേ ദിവസം അന്നെങ്ങനെ പുള്ളി ഒഴിവാക്കി രാത്രി? ഒന്ന് ആലോചിക്കണമല്ലോ. അപ്പൊ നീ ഒന്ന് വെള്ളം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ പോവാ. അമ്മ ഇതെന്റെ 7ാമത്തെ ഫേസാ. തലയിറങ്ങി വീണ അഭിനയൊക്കെ. എന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ ടെൻഷനായിരുന്നു. എങ്ങനെ? നമുക്കുള്ള വരണുണ്ട്.
എന്നിട്ട് ഞാൻ പറഞ്ഞു യെസ് പറഞ്ഞിട്ടില്ല, ബട്ട് നോയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു പുള്ളി. എന്നിട്ട് അങ്ങനെ പറയണില്ലെന്ന്, ഞാൻ എസും പറയാനുള്ള നോയും പറയാനുള്ള എന്ന് പറഞ്ഞു. അല്ലെ പുള്ളി ചാടിയല്ലോ ഇവിടെ നിന്ന് ക്യൂൻസ് നോക്കുമല്ലൊക്കെ പുള്ളിയുടെ ലാസ്റ്റ് ഫേസ് ഒക്കെ. ആ കായൽ ചാടിയ 10 സെക്കൻഡ് വരികയും അത്രയും അഴുക്ക. സോഷ്യൽ ഇമ്പാക്ട് പറയും. എനിക്ക് ഓൾറെഡി കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. കുറച്ച് അത് എത്ര കാലമായിട്ടുണ്ടായിരുന്നു? 1-2 months ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് ഇത് പറയണം എന്ന് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഈ പറയണ ശരിയാണെന്ന് അറിയത്തില്ല, പെൺപിള്ളേരെല്ലാം അല്ലേ ബ്രോ? അതുകൊണ്ടാണ് കല്യാണം പോലും വേണ്ടെന്ന് വെച്ചേക്കുന്നത്. ബ്രോയ്ക്ക് അറിയാം പലർക്കും ബ്രോ ഇഷ്ടമാണെന്ന്, പക്ഷെ ആരും ഇത് പുറത്തോട്ട് പറയാനുള്ള. എനിക്ക് വേണ്ട, 10-20 പൈസ ആയിക്കോട്ടെ അല്ലേ? ഓക്കെ, പറയൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെൺകുട്ടികളെല്ലാവരും ഇങ്ങനെ? എന്താണ് ശരി ഇങ്ങനെ? ഞാൻ അപ്പൊ തന്നെ പറയുന്നൊക്കെ അപ്പൊ തന്നെ ഒരു വീഡിയോ എടുത്തായിരിക്കും. അന്നയ്ക്ക് എന്നിട്ട് ചോദിക്കുക എങ്ങനെയാണെന്ന്. അല്ലേ, കറക്റ്റ് അല്ലേ? അവിടെ നിന്ന് ഇത് മുന്നോട്ട് പോയിട്ടില്ല. എന്തെങ്കിലും നല്ലൊരു വീഡിയോ കിട്ടിയാൽ ഇത് പ്രപ്പോസ് ആവും. ഓക്കെ, 2 മാസമായിട്ട് പുള്ളിയുടെ ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണ്ട? അല്ലേ, അത് എനിക്ക് തോന്നുന്നാണോ എന്ന് അറിയില്ലായിരുന്നു, തിരിച്ചുണ്ടോ അറിയില്ല. മറ്റേ തുളസി ഇട്ട് നോക്കാൻ മേലായിരുന്നു. എസ് ഓർണോ വരച്ചിട്ട് അപ്പൊ ആലോചിച്ചില്ല. എന്നിട്ട് അപ്പൊ പുള്ളി പറയും എന്ന് തോന്നിയായിരുന്നോ? പറയുമായിരിക്കും. തോന്നിയിട്ടില്ല. വിനു വേവിന്റെ എത്രാമത്തെ ഫേസിൽ ഇപ്പോ? വിനു ഇങ്ങനെ ഇവിടെ, എനിക്കിങ്ങനെ വിനുവിനെ കാണുമ്പോൾ ഇവിടെ ഒരു CCTV ഇരിക്കണ പോലെ തോന്നി. വിനു ഇങ്ങനെ മറ്റേ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ഒരു ക്ലിക്കൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണോ നിങ്ങൾ കണ്ട ക്വാളിറ്റി? പുള്ളിക്കാരന് എനിക്ക് തോന്നുന്നല്ലോ വേറൊരു പെൺകുട്ടിയെ പുള്ളി കാണുന്നു, അല്ലെങ്കിൽ വല്ല പാർക്കിൽ മറ്റേ സാധനത്തിലെ കൂടെ ഒക്കെ പോകാനായിട്ട് കാണില്ല. നിങ്ങളില്ലായിരുന്നുണ്ടല്ലോ വിനു പെട്ടേനെ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വിനു വന്ന് പറഞ്ഞതെന്നറിയോ, ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടല്ലോ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളിതൊന്ന് കേട്ടു നോക്കി. ഇവിടെ ഇന്നലെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഒരു പല്ലിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇതൊന്ന് കേട്ടു നോക്കിയാളിയ. അപ്പൊ ഇവര് ഓക്കെ ആളിയ, കാരണം വിനു ഉമ്മ വരുമെന്ന് വെച്ചപ്പോ പല്ല് ഓഡിയോയിൽ അതാണ് കേട്ടെ. അപ്പൊ ഇവര് ഓക്കെ, ഇത് തന്നെ പെണ്ണ്. അത് ഞാൻ തന്നോ വിനുവിന്? വിനു ദേഷ്യം വരായിരിക്കും. അപ്പുറത്ത് പൊക്കോട്ടെ വിനുവിന് മറ്റേ സ്നേക്ക് അടിക്കാറില്ല. ഇല്ല ഇല്ലേ? ഇല്ല. വിനുവിന് എന്തെങ്കിലും സ്പെഷ്യൽ ടാലൻസ് ഉണ്ടോ ഇതല്ലാതെ? ബാസ്കറ്റ്ബോൾ കളിക്കോ? ബാസ്കറ്റ്ബോൾ കളിക്കും ഇങ്ങനല്ല, പുള്ളി വേറൊന്നും കാണൂല അല്ലേ? പുള്ളി ബോളിന്റെ പുറകെ ഭയങ്കര പ്ലെയറാണ്, ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. കുഴപ്പമില്ല, പുള്ളി കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പുള്ളി വേറെ ആരുടെയും കളി ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് പുള്ളിക്ക് ജഡ്ജി അറിയത്തില്ല. അതാ പ്രശ്നം. എന്തിനും പറയാം, എളിമയോട് പറഞ്ഞാണ്. അതാണ് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. ഞാൻ 1 മണിക്കൂറായിട്ട് പുള്ളിയുടെ ഒരു ക്വാളിറ്റി ചോദിക്കാനുണ്ട്. നിങ്ങളൊന്നും പറഞ്ഞില്ല, നിങ്ങൾ വൈബ് മാച്ചായി എന്ന് പറഞ്ഞാൽ വൈബ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിടാം. വിനു എന്തേലും പൊക്കോട്ടെ, വിനു മെട്രോ വല്ലതും നോക്കാനൊക്കെ പൊക്കോട്ടെ. പറയും ഒരു ക്വാളിറ്റി പറയും വിനുവിൻ്റെ. എളിമ. രണ്ടാമത് ചോദിച്ച കോൺസെൻട്രേഷൻ. പക്ഷെ എന്തിനാണെന്ന് അറിയത്തില്ല അല്ലേ? ഓക്കെ, പറയൂ.
പുള്ളിക്കാരൻ ഇങ്ങനെ നീ ഞങ്ങളുടെ കഥ പകുതിക്ക് കൊണ്ടുണ്ടാക്കിയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നൈറ്റ് ഡ്രൈവ് പോയ കഥയും പറഞ്ഞിട്ട് നീ അപ്പുറത്ത് വിനുവിന്റെ വേവ് പിടിക്കാൻ പറയൂ. ആ പുള്ളിക്കാരൻ നിങ്ങൾക്ക് 1-2 മാസമായിട്ട് പരിപാടി ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്യുന്നു വിചാരിച്ചോ ഇല്ലയോ? വിചാരിച്ചിട്ടില്ല. അപ്പൊ പ്രപ്പോസ് ചെയ്തിട്ടും അന്ന് പുള്ളിക്കാരന് അത്രയും ടെൻഷനായി അറിഞ്ഞിട്ടും എന്തിനാ പാവത്തിനെ ബുദ്ധിമുട്ടിച്ചു? ഞാൻ എസ് ഒന്നും പറയുന്നില്ല, നോ എന്നും പറയുള്ള. ആ സംഭവം പുള്ളിക്കാരിയാണ് ഷോക്ക്ഡായിട്ട് നിന്ന്. അതെ, പുള്ളിക്കാരി അവിടെ ഇങ്ങനെ ഇരിക്കുക വിനുവിനെ പോലെ. ഞാൻ എസ് ഒന്നും പറയണില്ല, നോ എന്നും പറയണില്ല, ഞാനൊന്നും പറയണില്ല. അങ്ങനെയായിരുന്നു ആ മൊമെന്റ്. എന്തായിരുന്നു ആ മൊമെന്റിൽ? എന്താണ് ഫീൽ ചെയ്തത്? സ്വന്തം ടെൻഷൻ മാറ്റി വെച്ചിട്ട് ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്തല്ലേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ. എന്നിട്ട് വീട്ടിൽ പോയി എന്താ ആലോചിച്ചു? എന്നിട്ട് ഇതെങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞു ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തലേ ദിവസം പോയിട്ടൊന്ന് ആലോചിച്ച് എൻ്റെ ഒരു ചെറിയൊരു സാധനം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് പെൺപിള്ളേർ ചിന്തിക്കണമെന്നുള്ളത്. ഏത് ക്രഷായിരുന്നല്ലോ, ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പോയി പുള്ളി ചോദിച്ചിട്ട് പറഞ്ഞോ അതോ നേരെ പോയി പറഞ്ഞോ? ആ ഇങ്ങനെ അല്ലേ? ഇവിടെ നിങ്ങൾ കല്യാണം കഴിച്ചാണോ? അത് ബ്രോ രണ്ടാമതൊന്ന് ചിന്തിച്ചു. ബ്രോയ്ക്ക് ഇപ്പോഴത്തെ ഒരു വൈബിൽ എനിക്ക് അങ്ങനെ പറയാൻ തോന്നാനുള്ള, ഈ ഒരു മൂഡിൽ എനിക്ക് അങ്ങനെ തോന്നുള്ള. പക്ഷെ അതെ, നിങ്ങളിലേത് മാരേജ് ആയിരുന്നോ? ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് ചെയ്തില്ല, അറിയാതെ കല്യാണം കഴിച്ചാണ്. നിങ്ങൾ ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല? ഇല്ല. വാട്ട് എ മാരേജ് മിറാക്കിൾ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ച? ഒരുമിച്ച് പഠിച്ചു, കോളേജിൽ പഠിച്ച? എന്നിട്ട് അത് ഏത് കോളേജ്, എന്ത് കോഴ്സ് ആയിരുന്നു? മെഡിസിൻ. ഓക്കെ. എന്തേ ആവശ്യമില്ലാത്ത റെസ്പെക്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ കട്ട് ചെയ്ത് കളയാലേ? ഇല്ല, IMA തെറി വിളിക്കണം. IMA എൻ്റെ ഷോ ബാൻ ചെയ്യല്ലേ? നിങ്ങൾക്ക് IMA മെമ്പർഷിപ്പ് ഇല്ലേ? നിങ്ങൾ വെറ്റിനറി ഡോക്ടേഴ്സാണ്. പിന്നെ സ്വന്തമായിട്ട് നിങ്ങളൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഒരു പ്ലസ് കിട്ടി വഴി കിടന്ന് ഡോക്ടർ. എന്തിനാണ് സ്പെഷ്യലൈസേഷൻ? പൾമിനോളജി, റൊമറ്റോളജി. വിനു പറയാൻ എന്താണ്? അറിഞ്ഞൂടാ? അങ്ങോട്ട് പറ, എന്താണ് റൊമറ്റോളജി? എന്താണ്? അറിയോ? വാദം റിലേറ്റഡ് ആണോ? അത് വക്കീല്, പ്ലീസ്. അതിൽ LLB. റൊമറ്റോളജി അല്ല. ആയുർവേദ ഡോക്ടറാണോ? ഓ മൈ ഗോഡ്. ഓക്കെ. ആരാണ് ആദ്യമായിട്ട് ഇത് കല്യാണത്തിന്റെ ഐഡിയ കൊണ്ടുവന്ന്? പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായത്തിന് പുള്ളിക്കാരി അങ്ങനല്ല സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇനി ബ്രോ മിണ്ടണ്ടോ? ബ്രോ പൾമിനോളജിയോ? അതെന്തുവാണ് പൾമിനോളജി? എന്താ? ലങ്സിൻ്റെ. ഓക്കെ, ബ്രോ ശ്വാസം എടുത്താൽ മതി, മിണ്ടണ്ട. റുമറ്റോളജി ബാധിക്കൂ? സെക്കൻഡ് ഇയർ MBBS-ലാണോ? അതെങ്ങനെയാണ് മനസ്സിലായത്? പുള്ളി എന്ത് ചെയ്തു? പുള്ളി സ്റ്റെതസ്കോപ്പ് എടുത്ത് അപ്പോഴാണ് പുള്ളി അജി ഇത് ഫ്രണ്ട്സ് ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇനി ഇങ്ങനൊന്നും വേണ്ട കേട്ടോ സുധി. എങ്ങനെയാണ്? 2 മദറോ? ഇനി മനസ്സിലായില്ല. റിലീജിയനാണ്? അങ്ങനെ ഒരു റിലീജിയൻ മദർ? 2 മതമാണ്. ഞങ്ങൾ 2 മദറാണ്. 2 മദറാണ്. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു കൈയടി വെറുതെ. This is Kochi. We are progressive people, you know.
കുഴപ്പമില്ല, പറഞ്ഞോളൂ. നിങ്ങൾ വേറെ മതമാണോ? എന്നാലും വെറുതെ. ഓക്കെ, പറയൂ. നിങ്ങൾ രണ്ട് മതമാണ്. ഇച്ചിരി കൂടെ സൗണ്ടിൽ പറഞ്ഞോളൂ. നമ്മൾ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് സംസാരിക്കണം. നമ്മൾ പതുക്കെ പറഞ്ഞ ആരും കേൾക്കൂല. പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതുകൂടെ പറഞ്ഞുതരാൻ പറ്റില്ല. അതൊരു ഫിലോജിക്കൽ സാധനമാണല്ലോ. ഇത് ലവ് ആണല്ലോ, അത് ഫില്ലാവണമാണല്ലോ, പറയാൻ പറ്റൂല. ഓക്കെ, എനിക്കത് ഫിലോജി കണക്ട് ആയിട്ടാണ്. വേറൊരു തീരുമാനം എടുത്തു. കുറച്ച് കഴിയുമ്പോൾ തീരുമാനിക്കാം. ഞാൻ എസ് എന്നും പറയാനുള്ള, നോ എന്നും പറയാനുള്ള. പക്ഷെ നിനക്ക് നല്ല ടെൻഷനുണ്ട്, ഇത് ഫ്രണ്ട്ഷിപ്പും അല്ല. ആ, എന്നിട്ട് ഭാവിയിൽ തീരുമാനിക്കാന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. മറ്റേത് മറ്റേത് അതെന്തായിരുന്നു മറ്റേത്? കോവിഡ് വന്നപ്പോ നിങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് സ്റ്റക്കായി പോയി എന്ന് പറയാം പ്ലീസ്. ഇല്ല, കോവിഡിന്റെ സമയത്ത് അന്ന് മാസ്ക് ഇട്ട ആള് മനസ്സിലാവില്ല, എല്ലാരും മാസ്ക് ഇട്ട് പറ്റിച്ചതൊക്കെ. ആ, നമ്മളൊക്കെ എപ്പോഴാ മരിക്കണേന്ന് അറിയാം. എനിക്ക് അതിനു മുന്നേ ഒരു കല്യാണം കഴിക്കണം. ആ ഗ്യാപ്പിലെല്ലാം കഴിച്ചു. കോവിഡിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും. നിങ്ങളോട് സംസാരിച്ചാൽ നമുക്ക് ഷോ നിർത്താം. എന്താണ് പേര്? ആതിര. ആതിരയ്ക്ക് വിഷമമുണ്ടോ ഞാൻ ഏറ്റവും അവസാനം സംസാരിക്കണേല്? ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയാലും അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയാലും എങ്ങനെ തുടങ്ങിയാലും ആതിര ലാസ്റ്റ് ആവൂലായിരുന്നു. പറയാം ആതിര. ഞാൻ ഒന്നും ചെയ്തില്ല, PG കിട്ടി, നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യാൻ. ഓൾ ദി ബെസ്റ്റ്. ഷോ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ഇത്ര നേരം ഇതൊരു ഷോ ചെയ്തിട്ടില്ല. സാധാരണ ക്ലൈമാക്സിൽ ഒരു പഞ്ചടിക്കണമെന്നുണ്ട്, പക്ഷെ ഐശ്വര്യക്ക് വിയർക്കുന്നുണ്ട്. ഇനി ഐശ്വര്യ ഡാൻസ് കളിച്ചു തുടങ്ങും. അതിനു മുന്നേ പോകണം, അതെനിക്കും എനിക്ക് സഹിക്കാൻ പറ്റൂല. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഷോ കഴിയാണ് എന്തെങ്കിലും? ഐശ്വര്യയുടെ അവിടെ മാത്രം മറ്റേ എന്താ ഐശ്വര്യയുടെ പ്രശ്നം? പറ. വീട്ടിൽ പറഞ്ഞിട്ടില്ലാന്നോ? ഐശ്വര്യം മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. പക്ഷെ അപ്പൊ ഐശ്വര്യം ആദ്യം അടിച്ച് തമാശ പോവും. കുഴപ്പമില്ല, വേറൊരു പേര് പബ്ലിഷ് ചെയ്തു. ആ, എന്നാ ഐശ്വര്യം എഡിറ്റ് വന്നിരിക്കുവോ? ബീപ്പിട്ടാ മതി. ജോസഫിന്റെ ഇവിടെ ഇടാം. ജോസഫിന്റെ കഥ പറയും എന്ന് പറഞ്ഞ് 15 മിനിറ്റ് കളഞ്ഞ മനുഷ്യനാണ് ഈ ഷോയുടെ. ഇല്ല, ഇത് ഇത്ര സമയം പോവില്ലായിരുന്നു. അതേലാണ് ഈ മനുഷ്യൻ വേവി കയറിയത്. അത്രമേലെ എന്റെ മോന്തയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യരാ. അയാളെ വേവി കയറ്റിയത് ഒറ്റ ജോസഫാ. 1 മണിക്കൂറിന്റെ കഥ. എനിക്ക് വൈകിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓഡിയോ അയച്ചോണം. ഇനി ജോസഫ് കട്ട് ചെയ്യണം ഇതിനകത്തുനിന്ന്. ഇതെന്തോന്ന് എമ്പുരാന് 16 കട്ടിട്ട് ഇറക്കാനായിട്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? അനിലിന് അനിലിന് ബീപ്പിടാൻ ഞങ്ങൾക്കാർക്ക് അറിയത്തില്ല. അനീസക്കോട് ചോദിച്ചു നോക്കാം. ഓക്കെ, ഒരു ചീപ്പ് മാർക്കറ്റിംഗ് ഷോ ചെയ്യാണ്ട് നമ്മൾ ഇതിലാണ് എടുക്കണത്. ബ്രോ ആണ് എടുക്കുന്നത്. ഞാൻ ചോദിച്ചാൽ മതിയോ? കറക്കി എടുക്കും. ഐശ്വര്യ കട്ട് ചെയ്ത് കളയണേ. ഐശ്വര്യ ഞാൻ വീട്ടിൽ പറഞ്ഞു ഫ്രീഡം. ആ ധൈര്യം മറ്റു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള ധൈര്യം പോലെ വേറൊരു ധൈര്യമാണ് പുറത്തിറങ്ങാനുള്ള ധൈര്യം. അല്ലേ? അത് മേടിച്ചെടുക്കണം. ചൂടെടുത്താൽ പുറത്തു പോകാനുള്ള ധൈര്യം. ഏത് വലിയ ടിക്കറ്റ് കൊടുത്ത പൈസ പരിപാടിക്ക് വന്നാലും എനിക്കിഷ്ടമുള്ളതേ ഞാൻ കാണൂ എന്നുള്ള ധൈര്യം. താൻ കാണുന്ന വീഡിയോയിൽ പറയുന്ന അഭിനയം ശരിയാണെന്ന് വിശ്വസിച്ച് അത് ഗസ്റ്റിനെ കാണിക്കാനുള്ള ധൈര്യം.
തൻ്റെ സിബ്ലിങ്ങിനിട്ട പേരാണ് ഏറ്റവും വലിയ 1 മണിക്കൂർ കഥയുള്ള പേരെന്ന് വിശ്വസിക്കാനുള്ള ധൈര്യം. പ്രപ്പോസ് ചെയ്തിട്ടില്ലാതെ കല്യാണം കഴിക്കാനുള്ള ധൈര്യം, മറൈൻ ഡ്രൈവിൽ പോയി പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം, പഞ്ച് കുറഞ്ഞു പറഞ്ഞുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ചീപ്പ് മാർക്കറ്റിംഗ് സ്റ്റൈൽ. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അയ്യോ ഞാൻ നിങ്ങളോട് വെൽക്കം ഒന്നും പറഞ്ഞില്ല, സോറി ഗൈസ്, വെൽക്കം ടു ദ ഷോ മഹഖ ദേവൻ ലൈവ്. ഞാൻ ഫ്ലോയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഞാനും മീനുമൊക്കെ കോൺസെൻട്രേഷനിൽ പോകും, പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ഡിസ്ട്രാക്റ്റഡ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പം സംഭവം നമ്മളിങ്ങനെ ചോദിക്കും, ഇനുമിക്കാറ് പുറത്തിറങ്ങുമ്പോൾ എന്നെ തല്ലിക്കൊല്ലും, ഒരു വളഞ്ഞ കമ്പനി. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ നടന്നു. അപ്പം ഐശ്വര്യ പറയാ കണ്ടന്റ് കൊള്ളാം, ഇന്ന് രാത്രി തന്നെ അന്നയ്ക്ക് അയക്കണം. തുടങ്ങട്ടെ, എടുക്കുമല്ലേ? അരമണിക്കൂറായിട്ടെന്നൊക്കെ. ഹായ് ഗൈസ്, ഇത് മഹഖ ദേവൻ ലൈവിൻ്റെ 3ാമത്തെ ഷോ ആയിരുന്നു. കോമൺസ് ലൈവിൽ ഭയങ്കര താങ്ങാനാവാത്ത വിലയിൽ ടിക്കറ്റ് എടുത്ത് വന്ന് ഈ ഷോ എൻജോയ് ചെയ്യാമെന്ന് നമ്മുടെ ഓഡിയൻസിനോട് കഴിഞ്ഞ 2 മണിക്കൂറായിട്ടുള്ള ഷോ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. How was the show, guys? ഇനിയും വരിക. താങ്ക് യു സോ മച്ച്. ചൂടെടുപ്പിച്ചതിനും ശരിക്കും ജെനുവിൻലി സോറി. നമ്മൾ AC മാറ്റി വെക്കാം.